ഈ പ്രപ്പോസിക്സിയോണൽ ഒബ്ജക്റ്റ് ചിലപ്പോൾ ഒരു പേഴ്സൺ ആവാം, ഒരു പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ഒരു സാക്ഷി, അതായത് ഒരു വസ്തുവായിട്ട് കാണാൻ സാധിക്കും. ഈ പ്രപ്പോസിഷൻസിന്റെ മീനിങ് എന്തൊക്കെയാണ്, ഇത് വെച്ച് എങ്ങനെ നമുക്കൊരു സാറ്റ്സ് എഴുതാൻ പറ്റും, അതിന്റെ റേഖാലുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഹലോ സുസാമൻ, ഗുഡ് ആൻഡ് ടാക്. ജിനൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, ഡാറ്റീവ് പ്രപ്പോസിക്സിയോൺ. എന്താണ് ഒരു ഡാറ്റീവ് കേസ് എന്ന് എല്ലാവർക്കും അറിയാമോ? നമ്മുടെ സബ്ജക്റ്റും വെർബും ഡയറക്റ്റ് ഒബ്ജക്റ്റും കൂടാതെ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്ന കേസുകൾക്കാണ് നമ്മൾ ഡാറ്റീവ് കേസുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു പ്രപ്പോസിഷൻ? ഇപ്പോൾ ഒരു സെന്റൻസിലെ പ്രപ്പോസിഷൻ ആ സെന്റൻസിലെ നൗണിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡാറ്റീവ് കേസ് എടുക്കുവാണെങ്കിൽ ഡാറ്റീവ് പ്രപ്പോസിക്സിയോൺ എന്ന് പറയുന്നത് ഡാറ്റീവ് കേസിലെ നൗണുകളെ അല്ലെങ്കിൽ നോമനെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഈ പ്രപ്പോസിഷൻസ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഡാറ്റീവ് പ്രപ്പോസിഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഔസ്, ബൈ, മിറ്റ്, നാക്, സൈറ്റ്, ഫോൺ, സൂ, ഗെഗൻയുബർ, അപ്പ്. ഇത്രയാണ് ഡാറ്റീവ് പ്രപ്പോസിക്സിയോൺ. ഈ പ്രപ്പോസിഷൻസിന്റെ മീനിങ് എന്തൊക്കെയാണ്, ഇത് വെച്ച് എങ്ങനെ നമുക്കൊരു സാറ്റ്സ് എഴുതാൻ പറ്റും, അതിന്റെ റേഖാലുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രപ്പോസിഷൻ ഔസ്. ഔസിന്റെ മീനിങ് ഫ്രം അല്ലെങ്കിൽ ഓഫ്, ഔട്ട് ഓഫ് എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എർ കോംറ്റ് ഔസ് ദർ ഷ്വൈസ്. ഇവിടെ അവൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നു. ഫ്രം സ്വിറ്റ്സർലൻഡ് എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഔസിന് ശേഷം വന്നിരിക്കുന്നത് ദർ ഷ്വൈസ് എന്നാണ്. അപ്പോൾ ഡാറ്റീവ് പ്രപ്പോസിഷൻസ് എഴുതുമ്പോൾ എപ്പോഴും ആ പ്രപ്പോസിഷന് ശേഷം വരുന്നത് ഡാറ്റീവ് കേസിലായിരിക്കണം. ഇവിടെ ദി ഷ്വൈസ് എന്നുള്ളതാണ് ദർ ഷ്വൈസ് എന്ന് മാറിയിരിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇഷ് ട്രിങ്ക് ഔസ് ദർ ഫ്ലാഷെ. അതായത് ഞാൻ കുപ്പിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ഫ്രം ദി ബോട്ടിൽ. ദി ഫ്ലാഷെ എന്നുള്ളത് ഔസിന് ശേഷം വന്നപ്പോൾ ദർ ഫ്ലാഷെ എന്ന് മാറി. അടുത്ത പ്രപ്പോസിഷൻ ആണ് ബൈ. ബൈയുടെ മീനിങ് ബൈ, അറ്റ്, നിയർ എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ് വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പീറ്റർ ആർബൈറ്റഡ് ബൈ BMW. പീറ്റർ BMW ജോലി ചെയ്യുന്നത് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. വേറൊരു എക്സാമ്പിൾ ആണ് മരിയ വോൺസ് ബൈ ദെൻ എൽട്ടേൺ. മരിയ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്നു. അതാണ് ബൈ എന്ന് പറഞ്ഞ മീനിങ് വന്നത്. നമ്മൾ അവിടെ ബൈ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ബൈക്ക് ശേഷം ദെൻ എൽട്ടേൺ എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡാറ്റീവ് പ്രപ്പോസിഷന് ശേഷം നമ്മൾ ഡാറ്റീവ് കേസിലാണ് എൽട്ടേണിനെ എഴുതിയേക്കുന്നത്. അടുത്ത പ്രപ്പോസിക്സിയോൺ ആണ് മിറ്റ് എന്ന് പറയുന്നത്. മിറ്റിന്റെ മീനിങ് വിത്ത് എന്നാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഷ് ഫാരെ ഏഡൻ ടാക് മിറ്റ് ദേം ബുസ്. ഞാൻ എല്ലാ ദിവസവും ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഇവിടെ അറിയാം മിറ്റ് ഇതിന് ശേഷം നമ്മൾ ദർ ബുസ് എന്നുള്ളത് ദേം ബുസ് ആയിട്ട് മാറി. ഡാറ്റീവ് കേസിലാണ് നമ്മൾ ഒബ്ജക്റ്റ് എഴുതിയേക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇഷ് എസ് എ നൂഡൽ മിറ്റ് ഐനർ ഗാബൽ. ഇവിടെ ഇതിന്റെ മീനിങ് നോക്കാം. ഞാൻ ഫോർക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നു. മിറ്റ് ഐനർ ഗാബൽ. നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് നാക്ക്. നാക്കിന്റെ മീനിങ് ടു, ടുവേർഡ്സ്, ആഫ്റ്റർ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എർ കോംറ്റ് നാക്ക് ദേം ഉണ്ടറിഷ്ട്. അവൻ ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വരുന്നു എന്നാണ് നാക്ക്, ആഫ്റ്റർ ദേം ഉണ്ടറിഷ്ട്. വേറൊരു എക്സാമ്പിൾ നോക്കാം. മോർഗൻ ഫാരൻ വിയർ നാക്ക് ഇറ്റാലിയൻ. നാളെ ഞങ്ങൾ ഇറ്റലിയിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ടുവേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു മീനിങ് വരുമ്പോഴാണ് നമ്മൾ നാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മോർഗൻ ഫാരൻ വിയർ നാക്ക് ഇറ്റാലിയൻ. നമ്മുടെ നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് സൈറ്റ് എന്ന് പറയുന്നത്. സൈറ്റിന്റെ മീനിങ് സിൻസ് അല്ലെങ്കിൽ ഫോർ എന്നാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. സി സിൻഡ് സൈറ്റ് സ്വാൻസിഷ് യാരൻ ഫെർ ഹൈറാറ്റഡ്. അവർ അല്ലെങ്കിൽ നിങ്ങൾ 20 years ആയിട്ട് മാരീഡ് ആണ് അല്ലെങ്കിൽ വിവാഹിതരാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് കാണിക്കാൻ സിൻസ് സ്വാൻസിഷ് യാരൻ, സിൻസ് 20 years, അതാണ് സൈറ്റ് സ്വാൻസിഷ് യാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്.
നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് ഫോൺ എന്ന് പറയുന്നത്. ഫോണിന്റെ മീനിങ് ഫ്രം അല്ലെങ്കിൽ ഓഫ് എന്നാണ്. ഒരു ബൈസ്പീൽ നോക്കാം. എർ കോംറ്റ് ഗെരാഡെ ഫോൺ ദർ ആർബൈറ്റ്. അവൻ ജോലിയിൽ നിന്നും മടങ്ങി വരുന്നു. ഫ്രം ദർ ആർബൈറ്റ് എന്നാണ് ഫോൺ ദർ ആർബൈറ്റ്. ഫ്രം ദി ജോബ്, അവൻ ജോലിയിൽ നിന്നും മടങ്ങി വരുന്നു. വേറൊരു എക്സാമ്പിൾ നോക്കാം. ദർ ഉണ്ടറിസ്റ്റ് ഈസ്റ്റ് ഫോൺ മോൺടാക് ബിസ് ഫ്രൈറ്റാഗ്. ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെയാണ്. ഫ്രം മൺഡേ ടു ഫ്രൈഡേ എന്നാണ് അവിടെ മീനിങ് വന്നേക്കുന്നത്. ഫോൺ മോൺടാക് ബിസ് ഫ്രൈറ്റാഗ്. നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് സു. സൂവിൻ്റെ മീനിങ് ടു, ടുവേർഡ്സ് എന്നൊക്കെയാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. മരിയ ഫെയർഡ് സു ഇയർ എൻ എൽ ടേൺ. മരിയ അവളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകുന്നു എന്നാണ് സു ഇയർ എൻ എൽ ടേൺ. വേറൊരു എക്സാമ്പിള്, എർ ഗേറ്റ് സുദർ ഷൂളെ. അവൻ സ്കൂളിലേക്ക് പോകുന്നു. ടു ദി സ്കൂൾ. എർ ഗേറ്റ് സുദർ ഷൂളെ. നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് ഗേഗൻ യൂബർ. ഗേഗൻ യൂബറിന്റെ മീനിങ് ഓപ്പോസിറ്റ് ടു അല്ലെങ്കിൽ എഗെയിൻസ്റ്റ്. നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ ഓപ്പോസിറ്റ് ആയിട്ടോ ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഗേഗൻ യൂബർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഷ് വോണെ ഗേഗൻ യൂബർ ദെം ബാൻഹോഫ്. ഞാൻ റെയിൽവേ സ്റ്റേഷന് എതിർവശത്തായിട്ടാണ് താമസിക്കുന്നത്. എന്താ ഓപ്പോസിറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഗേഗൻ യൂബർ ദെം ബാൻഹോഫ്. അവിടെ ദെം ബാൻഹോഫ് വരാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റീവ് പ്രപ്പോസിഷന് ശേഷം നമ്മൾ എഴുതുന്നത് ഡാറ്റീവ് കേസിലായിരിക്കണം. അതുകൊണ്ടാണ് ദെം ബാൻഹോഫ് എന്ന് വന്നത്. വേറൊരു എക്സാമ്പിൾ ആണ് ദു സിറ്റ്സ്റ്റ് മിയർ ഗേഗൻ യൂബർ. അതായത് നീ എൻ്റെ മറുവശത്ത് ഇരിക്കുന്നു, എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നൊരു മീനിങ് അവിടെ വന്നിരിക്കുന്നത്. ദു സിറ്റ്സ്റ്റ് മിയർ ഗേഗൻ യൂബർ. നെക്സ്റ്റ് പ്രപ്പോസിഷൻ ആണ് അബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് ഫ്രം, സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം എന്നൊക്കെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ടൈം പീരീഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രപ്പോസിക്സിയോൺ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിള്, അപ് നേഷ്ടർ വോഹെ ഹാബെ ഇഷ് ഉർലോബ്. നെക്സ്റ്റ് വീക്ക് മുതൽ എനിക്ക് വെക്കേഷൻ ആണ്. ഫ്രം നെക്സ്റ്റ് വീക്ക്. അപ് നേഷ്ടർ വോഹെ ഹാബെ ഇഷ് ഉർലോബ്. നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാം. വിയർ സിൻഡ് അപ് ദെം ഏസ്റ്റൻ യൂലി ഇൻ നോയൻ ബ്യൂറോ. അതായത് ജൂലൈ 1 മുതൽ ഞങ്ങൾ പുതിയൊരു ഓഫീസിലായിരിക്കും. അപ്പ് ഏസ്റ്റൻ യൂലി എന്ന് പറയുന്നത് ഫ്രം ജൂലൈ 1 ഞങ്ങൾ പുതിയ ഒരു ഓഫീസിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡാറ്റീവ് പ്രപ്പോസിക്സിയോൺ എന്ന് പറയുന്നത്. ഔസ്, ബൈ, മിറ്റ്, നാഗ്, സൈറ്റ്, ഫോൺ, സു, ഗേഗൻ യൂബർ, അബ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡാറ്റീവ് പ്രപ്പോസിക്സിയോണൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനുശേഷം വരുന്ന പ്രപ്പോസിക്സിയോണൽ ഒബ്ജക്റ്റ് എപ്പോഴും ഡാറ്റീവ് കേസിലായിരിക്കണം. ഈ പ്രപ്പോസിക്സിയോണൽ ഒബ്ജക്റ്റ് ചിലപ്പോൾ ഒരു പേഴ്സൺ ആവാം, ഒരു പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ഒരു സാക്ഷി, അതായത് ഒരു വസ്തുവായിട്ട് കാണാൻ സാധിക്കും. സോ നമ്മുടെ ഇന്നത്തെ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഓഫ് വിഡസേൻ. ജിനോസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.